ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നുള്ളത് നമ്മുടെ മഞ്ചേരി പയ്യനാട് കാലിച്ചന്തയിലാണ്. ഇന്ന് നല്ല രീതിയിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കന്നുകാലികളുണ്ട്. നിലവിൽ നല്ലൊരു കച്ചവടം നടന്ന ദിവസമാണെന്ന് തോന്നുന്നു ഇന്ന്. എന്താ വെച്ചാൽ അത്യാവശ്യം കച്ചവടക്കാരും അത്യാവശ്യം വാങ്ങാൻ വന്നവരുണ്ട്. ഈ ഒരു കന്നിന് ചോദിക്കുന്നത് ഏകദേശം 80,000 രൂപയാണ് ചോദിക്കുന്നത്. നല്ലൊരു ആന്ധ്ര കന്നാണ്, അത്യാവശ്യം കുഴപ്പമില്ല, ഇറച്ചിയൊക്കെ ഉണ്ട് കാഴ്ചക്ക്. വണ്ടിക്കാള തമിഴ്നാടിൻ്റെ വണ്ടിക്കാളയാണ്, അവിടുന്ന് വരുന്ന കാളകളാണ്, തമിഴ്നാട് കാളകളാണ്. ഈ ഒരു പോത്തുംകുട്ടി അതാ 23,000 ചോദിക്കുന്നത്. നല്ലൊരു പോത്തുംകുട്ടിയാണ്, ഏകദേശം നല്ല വളർത്താൻ പറ്റിയ നല്ല പോത്തുംകുട്ടിയാണ്. നല്ല വളർച്ച എത്തുന്ന കാലും അതേപോലെ കൊമ്പൊക്കെ കണ്ടു കഴിഞ്ഞാൽ നല്ല വളർച്ചയുള്ള പോത്തുംകുട്ടിയാണ്. കണ്ടിട്ട് നല്ലൊരു കാളകുട്ടികളാണ് രണ്ടും. ഏകദേശം റേറ്റ് 45,000 രൂപയാണ് ചോദിക്കുന്നത്. ഇതും നല്ലൊരു കാളകുട്ടിയാണ്. ഗിറും നാടനായിട്ട് ക്രോസ് ആണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് കാഴ്ചക്ക്. ഇത് ഏകദേശം ചോദിക്കുന്നത് 20 രൂപയാണ് ചോദിക്കുന്നത്. അത്യാവശ്യം റേറ്റ് ഉള്ളതായി എനിക്ക് തോന്നുന്നുണ്ട്. അത്ര ഒരു രീതിയിലേക്ക് അത്ര റേറ്റിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ആ ഒരു കന്നിനെ കണ്ടിട്ട്. നല്ലൊരു എരുമയാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഇന്ന് നല്ല കാലികളുണ്ടായത് കൊണ്ട് തന്നെ റേറ്റും കുറച്ച് കമ്മിയുണ്ട് നിലവിൽ. നല്ലൊരു കാളയാണ്. ഇതൊരു പശുവാണ്, ഏകദേശം പ്രായമുണ്ട്, ചന്തയിലേക്ക് എത്തിയതാണ്, പുറത്തുനിന്ന് വന്നതെന്ന് തോന്നുന്നുണ്ട് കാഴ്ചക്ക്. ഏകദേശം 32 രൂപ 28 രൂപ റേഞ്ചിലേക്ക് ഇങ്ങോട്ട് പോരും. ഒക്കെ എല്ലാ എരുമകളാണ്, അറിവിന് പറ്റിയ നല്ല എരുമകളാണ്. അത്യാവശ്യം നല്ല പോത്തുകളുണ്ട്. എന്താ വെച്ചാൽ റബിയുൽ ലെവലൊക്കെ അടുത്തുകൊണ്ട് നിൽക്കണം, അതിനുള്ളൊരു കച്ചവടത്തിലേക്കാണ് ചന്ത പോകുന്നത്. നല്ലൊരു പശുവാണ്, അത്യാവശ്യം കാഴ്ചക്ക് നല്ല അകിടൊക്കെ ഉണ്ടായത് കൊണ്ട് നല്ല അത്യാവശ്യം ഒരു 8 ലിറ്റർ 6 ലിറ്ററൊക്കെ പാലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. ഇതൊക്കെ അറിവിനെ പറ്റിയ നല്ല മുരികുട്ടികളാണ്. ഏകദേശം ആ റേഞ്ചിലേക്ക് വരും. ഞാൻ നേരത്തെ പറഞ്ഞ റേഞ്ച് 70-80 ആ റേഞ്ചിലേക്കാണ് ഓരോന്നും കന്നിൻ്റെ റേറ്റ് വരുന്നത്. നിങ്ങൾക്ക് മുടി കളിച്ചിലായാലും അതേപോലെ അക്കിക്കത്ത് ഇറക്കാനും അതേപോലെ ഇനിയിപ്പം വളർത്താനാണെങ്കിൽ പോലും നമുക്ക് ചന്തയിൽ വന്നിട്ട് നല്ല വില കുറച്ചിട്ട് ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല വില കുറഞ്ഞ് കിട്ടും. ആ രീതിയിൽ നമുക്ക് നല്ല പോത്തും കുട്ടികളെ വാങ്ങാം. ഈ കാണുന്നത് നല്ല പോത്തും കുട്ടികളുണ്ട്. നമുക്ക് പശുവാണ്, കറവൊക്കെ പറ്റിയ പശുക്കളാണ്, ഏകദേശം പ്രായം ചെന്ന പശുക്കളാണ്. അറിവിനായിട്ട് കൊണ്ടുവന്നതാണ്, പല തമിഴ്നാട് ഏരിയയിൽ നിന്നൊക്കെ വരുന്ന പശുക്കളാണ്. ഇത് ചന്തയുടെ താഴെ ഭാഗമാണ് ചന്തയുടെ, അതാണ് കുറച്ച് ആളുകളെ കമ്മി. നല്ലൊരു കാളക്കുട്ടിയാണ്, വളർത്താൻ പറ്റിയ നല്ല കാളക്കുട്ടിയാണ്. ആളുകളെ കമ്മിയായിട്ട് തോന്നുന്നുണ്ട്. ഇതിപ്പോൾ താഴെ ചന്തയുടെ ഏറ്റവും താഴെ ഭാഗമാണ്. ഏകദേശം സെൻട്രലൊക്കെ ആയിട്ട് നല്ല ചളി ഉള്ളത് കൊണ്ട് ആൾക്കാർക്ക് ഇറങ്ങാനൊരു മടിയുണ്ട് നിലവിൽ. ഇന്ന് രാവിലെ നല്ല മഴ പെയ്തുകൊണ്ട് നമുക്കെല്ലാം അറിവിന് പറ്റിയ നല്ല എരുമകളാണ്. നല്ല അത്യാവശ്യം കുഴപ്പമില്ല, നല്ല രീതിയിൽ തന്നെ ഇന്ന് കച്ചവടം ഉള്ളതായിട്ട് നമ്മൾക്ക് തോന്നിയിട്ടുണ്ട്. രാവിലെ വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ വാങ്ങാൻ വന്ന ഒരാൾക്കാരുണ്ടായിരുന്നു. ഈ ഒരു കാളക്ക് ചോദിക്കുന്ന വില ഏകദേശം 70,000 രൂപയാണ്. 80,000-70,000 ആ റേഞ്ചിലാണ് ചോദിക്കുന്നത്. ചോദിക്കുന്ന വിലയേക്കാൾ എത്രയോ കുറഞ്ഞിട്ട് നമുക്ക് കിട്ടും പറയുകയും ചെയ്ത് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് കറക്റ്റ് റേറ്റ് പറയാത്തത്. ഏകദേശം 1,00,000 അടുത്താണ് ഈ ഒരു കാളക്ക് ചോദിക്കുന്നത്. നല്ല കണ്ടിട്ട് നല്ല ഇറച്ചിയുള്ള കാളയാണ്. ഈ അതേ റേഞ്ചിലേക്കാണ് ഈ കാളകളൊക്കെ വരുന്നത്. 80 റേഞ്ചിലേക്ക് തന്നെയാണ്.
ഇപ്പോൾ ലോഡ് ഇറങ്ങി വരികയാണ്, പുതിയ ലോഡാക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വലിയൊരു കാളയാണ്, ചോപ്പ്. നല്ല കുഴപ്പമില്ല, ഏകദേശം നല്ല ഹൈറ്റും വണ്ണവും നല്ല ഇറച്ചിയുള്ളതായിട്ട് കാഴ്ചയൊക്കെ ഉണ്ട്. നല്ലൊരു കാളയാണ്. ഇപ്പോൾ പോവാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ലോഡ് ഇറക്കി വരികയാണ്, അതുകൊണ്ടാണ്. അത്യാവശ്യം 500-600 കിലോ ഉള്ള കാളകളാണ്, ഏകദേശം ഫുൾ ആന്ധ്ര കാളകളാണ്. ഇതാണ് നമ്മളെ ചന്തയുടെ ഒരു ഭാഗം. മറ്റൊരു ഭാഗം ഇവിടെയൊക്കെ കന്നുണ്ടായിരുന്നു, രാവിലെ തന്നെ കച്ചവടമായിട്ട് എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇവിടെ ചന്ത വരുന്നത് എല്ലാ ബുധനാഴ്ചയുമാണ്. രാവിലെ നേരത്തെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ വില കുറച്ചും ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള നല്ല കന്നുകളെ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും വരുന്നവരൊക്കെ നേരത്തെ വരിക, രാവിലെ നേരത്തെ വരിക. മഞ്ചേരി പയ്യനാട് ഗൂഗിൾ മാപ്പിൽ അടിച്ചു നോക്കിയാൽ മഞ്ചേരി കാലിച്ചന്ത അടിച്ചു കഴിഞ്ഞാൽ ഓൾറെഡി ഗൂഗിൾ മാപ്പിൽ നമുക്ക് ലൊക്കേഷൻ വരുന്നതാണ്. ഇത് പോത്തിനൊക്കെ ചോദിക്കുന്നത് ഏകദേശം 1 ലക്ഷത്തിൻ്റെ അടുത്താണ്. അത്യാവശ്യം നല്ല റേഞ്ച് ഉള്ളതായി തോന്നുന്നുണ്ട്. ഈ ഒരു റേറ്റിൻ്റെ ഗണത്തിലും അതേപോലെ പോത്തിൻ്റെ തൂക്കത്തിലും വെച്ച് നോക്കുമ്പോൾ. ചന്തയുടെ മറ്റൊരു ഭാഗം മുകൾ ഭാഗത്തുനിന്ന് എടുത്തൊരു വ്യൂ ആണ്. കാഴ്ചക്ക് തന്നെ കണ്ടാലറിയാം, നല്ല അത്യാവശ്യം നല്ല കന്നുകളുണ്ട്. ഈ ഒരു സെക്ഷനിൽ മൂരിക്കുട്ടികളും അതേപോലെ പശുക്കളുമാണ് ഈ ഒരു ഭാഗത്തുള്ളത്. നല്ല വളർത്താൻ പറ്റിയ നല്ല പോത്തുകുട്ടികൾ, ഏകദേശം 23, 22, 25, 26 ആ റേഞ്ചിലേക്കാണ്. ഓരോന്നിൻ്റെ വലിപ്പവും തൂക്കവും അനുസരിച്ച് റേറ്റ് മാറുന്നതാണ്. കച്ചവടം അടിച്ചിട്ട് രാവിലെ തന്നെ കച്ചവടമായിട്ട് വണ്ടിയിലേക്ക് കയറ്റാൻ പോവുകയാണ് ഈ ഓരോ കന്നുകൾ. 35,000 രൂപക്കാണ് ആ പോത്തിന് കച്ചവടം അടിച്ചത്. ഒരു പശുവാണ്, അത്യാവശ്യം വീട്ടിൽ വളർത്തിയ പശുവാണെന്ന് തോന്നുന്നു കാഴ്ചക്ക്. നല്ല പോത്തുകളാണ്. ഏകദേശം നമ്മൾ ഒരു 6 മാസം തന്നെ വളർത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു റേറ്റ് നമുക്ക് കയ്യിലേക്കാം. ഓക്കെ, താങ്ക് യു.